ഇന്ന് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം. ചാപ്റ്റർ 6, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ശ്വസനവും വായുവിനിയോഗവും. ഇതിൽ മെയിനായിട്ട് ഇതിൽ ചോദിക്കാറുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എക്സ്പിറേഷനും ഇൻസ്പിറേഷനും തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി, 3 മാർക്കിൻ്റെ ചോദ്യം. അടുത്തത് ടൈഡൽ വോള്യൂംസ് ചോദിക്കും. ദാറ്റ് ഈസ് റെസ്പിറേറ്ററി വോള്യൂംസും കപ്പാസിറ്റീസും, അതും സ്ഥിരമായി ചോദിക്കാറുണ്ട്. അടുത്തത് ആ ഗ്രാഫ്, ഓക്കെ. പിന്നെ ഹീമോഗ്ലോബിൻ ട്രാൻസ്പോർട്ട്, അതായത് ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡും, പിന്നെ അസുഖങ്ങൾ. അപ്പോൾ ഇത്രയും പോർഷൻസാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇനി നമുക്ക് തുടങ്ങാം. ബ്രീത്തിങ്, ശ്വാസോച്ഛ്വാസം. ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ from the atmosphere with carbon dioxide produced by the cells is called breathing, commonly known as respiration. അതായത് ശരീരവും അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള എക്സ്ചേഞ്ചാണ്. ഏതൊക്കെ ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. അതായത് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ വലിച്ചെടുക്കണം, ശരീരത്തിൻ്റെ കോശങ്ങളിൽ നിന്നുണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. അപ്പോൾ ഇതാണ് എക്സ്ചേഞ്ച്. ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇതിനെ പറയുന്നതാണ് ബ്രീത്തിങ്, മെക്കാനിക്കൽ പ്രോസസ്സ്, അല്ലേ? ദാറ്റ് ഈസ് ചുമ്മാ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കണു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. ദെൻ കംസ് റെസ്പിറേഷൻ, ശ്വസനം. ദ പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് വിച്ച് ഒക്കർ ഇൻ ദ ലിവിങ് സെൽസ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് റെസ്പിറേഷൻ. അതായത് ബ്രീത്തിങ്ങിലും റെസ്പിറേഷനിലും വ്യത്യാസം കണ്ടോ? ഇത് 2 മാർക്കിന് ഒരിക്കൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ബ്രീത്തിങ് ആൻഡ് റെസ്പിറേഷൻ. അപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ വ്യത്യാസം എന്ന് അറിയില്ല. അപ്പോൾ ഇത് ഓർക്കുക, ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പ്രോസസ്സാണ്, ഓക്കെ. ദാറ്റ് ഈസ് ചുമ്മാ എക്സ്ചേഞ്ച് മാത്രമാണ്. പക്ഷേ റെസ്പിറേഷൻ എന്ന് വരുമ്പോൾ അവിടെ ഓക്സിഡേഷൻ കൂടി ചേരണം. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് വിതിൻ ദ സെൽസ്. ഇതുകൂടി ചേർത്തിയാലേ റെസ്പിറേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ, ഓക്കെ. ഇനി അടുത്തതാണ് റെസ്പിറേറ്ററി ഓർഗൻസ്, ശ്വസനാവയവങ്ങൾ. ദ റെസ്പിറേറ്ററി ഓർഗൻസ് ആൻഡ് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ആർ വേരീഡ് എമംഗ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് അനിമൽസ്. ഇതും 3 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. നോക്കാം. എൻറ്റയർ ബോഡി സർഫസ്, അതായത് എന്താ? സ്കിൻ. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കി വെക്കുക. എന്താ അത്? സ്പോഞ്ചസ്, സീലൻഡ്രേറ്റ്സ്, ഫ്ലാറ്റ് വേംസ്. പിന്നെ എർത്ത് വേംസ് മോയ്സ്റ്റ് ക്യൂട്ടിക്കുള്ളിലൂടെ, പിന്നെ ഫ്രോഗ്സ് മോയ്സ്റ്റ് സ്കിന്നിലൂടെ. അപ്പോൾ നോക്കാം. എൻറ്റയർ ബോഡി സർഫസ്, അതായത് സ്കിൻ. ലോവർ വെർട്ടിബ്രേറ്റ്സിലാണ് ഇത് കാണുന്നത്. ദാറ്റ് ഈസ് മോയ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈർപ്പമുള്ള, വഴുവഴുപ്പുള്ള ത്വക്കിലൂടെ എന്താ സംഭവിക്കുക? ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നു. എങ്ങനെ? സിമ്പിൾ ഡിഫ്യൂഷൻ വഴി. ഏതിലൂടെ? മോയ്സ്റ്റ് ബോഡി സർഫസിലൂടെ, ഓക്കെ. ഇൻ ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടേക്സ് പ്ലേസ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ ത്രൂ ദ മോയ്സ്റ്റ് ബോഡി സർഫസ്. അപ്പോൾ ഈർപ്പമുള്ള, വഴുവഴുപ്പുള്ള ത്വക്കിലൂടെ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സ്ചേഞ്ച് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ലോവർ വെർട്ടിബ്രേറ്റ്സിൽ നടക്കുന്നത്, ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സിൽ നടക്കുന്നത്. എർത്ത് വേംസിൽ എങ്ങനെയാണ്? ദാറ്റ് ഈസ് മണ്ണിരയിൽ എങ്ങനെയാണ്? മോയ്സ്റ്റ് ക്യൂട്ടിക്കളിലൂടെ, ദാറ്റ് ഈസ് സ്കിന്നിൻ്റെ പുറത്തൊരു ടഫ് കോട്ടിങ് കൂടി ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോയ്സ്റ്റ് ക്യൂട്ടിക്കിൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മോയ്സ്റ്റ് ക്യൂട്ടിക്കളിലൂടെയാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇനി ഫ്രോഗ്സിൽ എങ്ങനെയാണ്? മോയ്സ്റ്റ് സ്കിന്നിലൂടെയാണ്, ഓക്കെ. ഇനി രണ്ടാമത്തേതാ? ഗിൽസ്, ശകുലങ്ങൾ. സം ഓർഗാനിസംസ് ഹാവ് സ്പെഷ്യൽ വാക്യുലറൈസ്ഡ് റെസ്പിറേറ്ററി ഓർഗൻസ് കോൾഡ് ഗിൽസ്. ഇനി വാസ്കുലറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസ് എന്തിനായിരിക്കും? ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് വെസൽസിലൂടെയാണ്, ബ്ലഡിലൂടെയാണ് ഓക്സിജൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ധാരാളം ബ്ലഡ് വെസൽസ് ഉള്ള അവയവങ്ങളാണ് വാസ്കുലറൈസ്ഡ് റെസ്പിറേറ്ററി ഓർഗൻസ്.
ഇതാണ് ഗിൽസ്. അപ്പോൾ ഗിൽസ് ആരിലൊക്കെയാണ് കാണുക? അക്വാറ്റിക് ഫോംസിലാണ് കാണുക. എക്സാമ്പിൾസ് നോക്കാം. അക്വാറ്റിക് ആർത്രോപോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിൽ കാണുന്ന പ്രാണികൾ. ദെൻ മോളസ്, ദാറ്റ് ഇസ് ഒച്ചുവർഗ്ഗങ്ങൾ. ഫിഷസ്, മത്സ്യങ്ങൾ. അപ്പോൾ ആർത്രോപോഡ്സ് അക്വാറ്റിക് ഫോംസ്. അക്വാറ്റിക് ആർത്രോപോഡ്സ്, മോളസ് ആൻഡ് ഫിഷസ്, ഇതിലൊക്കെയാണ് ഗിൽസ് കാണുക. ദെൻ തേർഡ് വൺ, ട്രക്കിയ. Some organisms have network of tubes called tracheae for the exchange of oxygen with carbon dioxide. Example, insects. അപ്പോൾ ട്രക്കിയ നമ്മൾ കോക്രോച്ചിൽ പഠിച്ചില്ലേ? ട്യൂബ് ലൈക്ക് നെറ്റ്വർക്കാണ്. ഫുൾ ട്യൂബ്സിൻ്റെ ഒരു കളിയാണ്, 5 കളിയാണ്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് അതിനെ ട്രക്കിയേ എന്ന് പറയും. ആൻഡ് ദിസ് ട്രക്കിയ ഈസ് യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. എക്സാമ്പിൾ എന്താണ്? ഇൻസെക്ട്സ്. അത് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? അപ്പോൾ ട്യൂബ്സിൻ്റെ ഒരു നെറ്റ്വർക്കാണ് ട്രക്കിയെ. ഈ ട്രക്കിയയിലൂടെയാണ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്. എക്സാമ്പിൾ ഏതാ? ചെറുപ്രാണികൾ. ദെൻ ലാസ്റ്റ് വൺ കംസ് ലങ്സ്, ശ്വാസകോശങ്ങൾ. ഇപ്പോൾ ടെറസ്ട്രിയൽ ഓർഗാനിസംസ് ഹാവ് വാസ്കുലറൈസ്ഡ് ബാഗ്സ് കോൾഡ് ലങ്സ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഗിൽസ് പഠിച്ചില്ലേ? അതേപോലത്തെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ലങ്സ്. അവിടെ വാസ്കുലറൈസ്ഡ് റെസ്പിറേറ്ററി ഓർഗൻസ് ഗിൽസ് ആയിരുന്നു. ഇവിടെ എന്താണ്? വാസ്കുലറൈസ്ഡ് റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ വാസ്കുലറൈസ്ഡ് ബാഗ്സ് കോൾഡ് ലങ്സ്. അവിടെ അക്വാറ്റിക് ഫോംസിലാണ് കാണുക. ഇവിടെ എന്താ കാണുക? ലാൻഡ് ഫോംസിലാണ് കാണുക. ആൻഡ് വാട്ട് ആർ ദേ? റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്. ഏതൊക്കെയാണ്? റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻ്റ്. ഒന്ന് സ്കിൻ, ഗിൽസ്, ട്രക്കിയ, ലങ്സ്, ഓർമ്മ വേണം. ദെൻ കംസ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, മനുഷ്യ ശ്വസന വ്യൂഹം. The human respiratory system consists of the external nostrils, nasal cavities, nasopharynx, larynx, trachea, bronchi and bronchioles. The first one comes nasal cavity. ഇപ്പോൾ നാസൽ ക്യാവിറ്റി നമ്മൾ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി പഠിച്ചു അല്ലേ? വായഭാഗം. അതേപോലെ തന്നെ മൂക്കിലും, ദാറ്റ് ഈസ് നമ്മുടെ നോസിൻ്റെ ഉള്ളിലും ചേമ്പേഴ്സ് ഉണ്ട്, ക്യാവിറ്റി സ്പേസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ മൂക്കിൻ്റെ ഉള്ളിലത്തെ ആ സ്പേസിനെ പറയുന്നതാണ് നാസൽ ക്യാവിറ്റി. ഇറ്റ് ഈസ് എ ഹോളോ സ്ട്രക്ചർ പാർട്ടീഷൻഡ് ഇൻറ്റു 2 nasal chambers by the nasal septum. അപ്പം നമുക്കിനി അറിയാം അല്ലേ? മൂക്കിൻ്റെ ഉള്ളിൽ പൊള്ളയാണ്, അതിൻ്റെ നടുവിലൊരു കാർട്ടിലേജിനസ്, എല്ലല്ലാത്തത് അല്ലേ? എല്ലല്ലാത്ത ഒരു കാർട്ടിലേജ് കൊണ്ട് നമ്മുടെ ഉള്ളിലത്തെ ചേമ്പറിനെ 2 ആക്കിയിട്ടുണ്ട് അല്ലേ? ഒരു റൈറ്റും ലെഫ്റ്റും. അതിന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2 ചേമ്പേഴ്സും അറ്റ് എ ടൈം തുറക്കില്ല. ഓക്കെ, ഒരു സമയത്ത് ഒരു ചേമ്പർ അടയും, മറ്റേത് തുറക്കും. അങ്ങനെയാണ്. അത് ജലദോഷ സമയത്ത് തന്നെ കൃത്യമായിട്ട് അറിയാം അല്ലേ? കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് തുറക്കും, മറ്റേത് അടയും. കുറച്ച് സമയം കഴിഞ്ഞ് മറ്റേത് അടയും, മറ്റേത് തുറക്കും, ഇത് അടയും. അപ്പോൾ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ആക്ച്വലി ഗ്യാസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എയർ ഫ്ലോ നടക്കുന്നത്. അത് ജലദോഷം വീഴുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നോക്കാം. ഹോളോ സ്ട്രക്ചർ, ദാറ്റ് ഇസ് എന്താ? പൊള്ളയായ സ്ട്രക്ചറാണ്. പാർട്ടീഷൻ ഇൻ 2 nasal chambers, 2 ചേമ്പറുകളായി പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആരാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? നേസൽ സെപ്റ്റം. അതൊരു കാർട്ടിലേജ്, ഒരു ഫ്ലാറ്റ് പരന്ന കാർട്ടിലേജ് അല്ലേ? നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ 2 അറകളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നേസൽ ക്യാവിറ്റി ഓപ്പൺസ് ഔട്ട്സൈഡ് ത്രൂ എക്സ്റ്റേണൽ നോസ്ട്രിൽസ്. അതെന്താണ്? നമ്മുടെ നോസ് അല്ലേ? അപ്പോൾ പുറത്തേക്ക് 2 എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ഉണ്ട്, 2 ഓപ്പണിങ്സ് ഉണ്ട്. ദെൻ നേസൽ ക്യാവിറ്റി ഓപ്പൺസ് ഇൻസൈഡ് ഇൻറ്റു നാസോഫാരിങ്സ്. അപ്പോൾ നാസൽ ക്യാവിറ്റി ഉള്ളിലോട്ട് തുറക്കും. എങ്ങനെ? നാസോഫാരിങ്സ്. അപ്പോൾ നാസോഫാരിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ഫാരിങ്സ് 2ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ട്രക്കിയിലേക്ക് കണക്ട്, ഒന്ന് ഫാരിങ്സ് ആണ്, ദാറ്റ് ഈസ് ഒന്ന് ട്രക്കിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഫുഡ് പൈപ്പിലേക്കും കണക്ട് ചെയ്ത് 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? കാരണം ഫാരിങ്സിൻ്റെ ഒരു ഭാഗത്തേക്ക് നാസൽ ക്യാവിറ്റി ഓപ്പൺ ചെയ്യും, അതുകൊണ്ട് ആ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തിനെ പറയും നാസോഫാരിങ്സ്. ഇനി
ഈ നാസോഫാരിങ്സ് അഗെയിൻ ലാറിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ലാറിങ്സിൽ നിന്ന് ട്രക്കിയയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. മനസ്സിലായി വിചാരിക്കണോ? നാസൽ ക്യാവിറ്റി നാസോഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യും. നാസോഫാരിങ്സ് ലാറിങ്സിലേക്ക് ഓപ്പൺ ചെയ്യും. ലാറിങ്സ് ട്രക്കിയയിലേക്ക് ഓപ്പൺ ചെയ്യും. ഇനി നാസോഫാരിങ്സ് ലാറിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു അടപ്പ് പോലെ ഒരു അടപ്പുണ്ട്. അതിനെ ഗ്ലോട്ടിസ് എന്ന് പറയാം. ഗ്ലോട്ടിസ്, അതായത് എയർ പോകുമ്പോൾ ഗ്ലോട്ടിസ് ഓപ്പൺ ചെയ്യും, അടയുമ്പോൾ ഗ്ലോട്ടിസ് അടയും. ആ ഒരു ഓപ്പണിങ്, ആ ഓപ്പണിങ്ങിന് പറയുന്നതാണ് ഗ്ലോട്ടിസ്. ഏതിൻ്റെ ഓപ്പണിങ് അറിയോ? നാസോഫാരിങ്സ് ലാറിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഗ്ലോട്ടിസിലൂടെയാണ്. ദെൻ കംസ് നാസോഫാരിങ്സ്. ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് നാസൽ ക്യാവിറ്റിയുടെ തൊട്ട് പിന്നാലെ നാസൽ ക്യാവിറ്റി തുറക്കുന്ന ഫാരിങ്സിൻ്റെ ഭാഗമാണ് നാസോഫാരിങ്സ്. അടുത്തതാണ് ഫാരിങ്സ്, ദാറ്റ് ഈസ് വിച്ച് ഈസ് സീൻ ഇൻ ദ ത്രോട്ട്. അതിൻ്റെ മലയാളം ഗ്രസനി എന്ന് പറയും. അഗെയിൻ ഫാരിങ്സ് ഒരു ജംഗ്ഷനാണ് അല്ലേ. ട്രക്കിയും ഈസോഫാഗസും ഒരേ ഭാഗത്താണ് കണക്ട് ചെയ്യുന്നത് ഫാരിങ്സിലേക്ക്. അപ്പോൾ നാസൽ ക്യാവിറ്റി ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗം നാസോഫാരിങ്സ് എന്ന് പറയും. ആൻഡ് അതിൻ്റെ ലോവർ പാർട്ട്, ദാറ്റ് ഈസ് ലാറിങ്സിലൊക്കെ ഓപ്പൺ ചെയ്യുന്ന ഭാഗം എന്ത് പറയും? ലാറിഞ്ചിയോ ഫാരിങ്സ്. ആൻഡ് അതാണ് ട്രക്കിയിലേക്ക് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫാരിങ്സിൻ്റെ അപ്പർ പാർട്ടിനെ നാസോഫാരിങ്സ്, ലോവർ പാർട്ടിനെ ലാറിഞ്ചിയോ ഫാരിങ്സ്. നാസോഫാരിങ്സ് നാസൽ ക്യാവിറ്റിയായിട്ട് കണക്ട് ചെയ്തിരിക്കണോ. ലാറിഞ്ചിയോ ഫാരിങ്സ് ട്രക്കിയയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ദെൻ കംസ് ലാറിങ്സ്, മലയാളത്തിലെ ക്ലോമം ഓർ വോയിസ് ബോക്സ്, സ്വനപേടകം. ദെൻ ട്രക്കിയയുടെ ഏറ്റവും വലിയ ഭാഗം, അവിടെയാണ് ശബ്ദമുണ്ടാവുന്നത്. കാർട്ടിലേജസ് ആണ് സപ്പോർട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്താ ഉടഞ്ഞു പോകും, കാരണം എല്ലില്ലാത്ത ഭാഗമാണ്. അപ്പോൾ നല്ല ടഫായിട്ടുള്ള കാർട്ടിലേജ്, നല്ല എല്ല് പോലത്തെ ബലമുള്ള കാർട്ടിലേജ്, റിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ അതാണ് ഈ വോയിസ് ബോക്സിന് ആക്ച്വലി ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. ദെൻ കംസ് ലാറിങ്സ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദ ഫാരിങ്സ്. ഓറോഫാരിങ്സ് വിത്ത് എ സ്ലിറ്റ് ലൈക്ക് ഓപ്പണിംഗ് കോൾഡ് ഗ്ലോട്ടിസ്. ഞാൻ പറഞ്ഞ ഒരു ഓപ്പണിംഗ് ഉണ്ട് അല്ലേ, ദാറ്റ് ഈസ് ഫാരിങ്സ് ലാറിങ്സിലേക്ക് തുറക്കുന്നത് ഗ്ലോട്ടിസ് എന്നൊരു ഓപ്പണിങ്ങിലൂടെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ലാറിങ്സ് ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഭാഗം, ഫാരിങ്സിൻ്റെ ആ ഭാഗം, അതിനെ പറയുന്ന പേരാണ് ഓറോഫാരിങ്സ്. ഓക്കെ, ഫാരിങ്സിന് ഓൾറെഡി നമ്മൾ 2 റീജിയൻസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാസോഫാരിങ്സും ലാറിഞ്ചിയോ ഫാരിങ്സും. അതിൽ ലാറിങ്സ് ഫാരിങ്സിലേക്ക് തുറക്കുന്ന ആ ഭാഗം, ആ ഫാരിങ്സിൻ്റെ ആ ഭാഗത്തിനാണ് ഓറോഫാരിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെയാണ് ഓപ്പണിംഗ് ഉള്ളത്, എന്ത്? ഗ്ലോട്ടിസ്. ഇനി അവിടെ ഒരു അടപ്പുണ്ട് എന്ന് പറഞ്ഞു അല്ലേ, ഒരു വാൾവുണ്ട്, അല്ലെങ്കിൽ ഒരു അടപ്പ് തന്നെ വെച്ചോ, ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ എന്നാണ് അതിന് പറയാം. നമ്മൾ നേരത്തെയും പഠിച്ചു, ദാറ്റ് ഈസ് ഫുഡ് പൈപ്പിനും ട്രക്കിയും ക്ലോസും ഓപ്പൺ ചെയ്യുന്നൊരു അടപ്പ്. ഏതാണ്? എപ്പിഗ്ലോട്ടിസ് അല്ലേ. അതുകൊണ്ടാണ് ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം സംസാരിക്കുമ്പം നമ്മുടെ എയർ ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ഫുഡ് ഒപ്പം കഴിക്കും. അപ്പോൾ 2 ട്രാക്കിലേക്ക് ഒപ്പം പോകണം, അടപ്പിന് കൺഫ്യൂഷനാവും. ചിലപ്പോൾ അറിയാണ്ട് തുറന്നു പോയാൽ ആഹാരം കഴിക്കുന്ന എവിടെ ചെല്ലും? വിൻഡ് പൈപ്പിലേക്ക് കടക്കും. അപ്പോഴാണ് ശ്വാസം മുട്ട്, മരിച്ചു പോയിട്ട് അടക്കമുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഗാർഡഡ് ബൈ കാർട്ടിലേജിനസ് ലീഫ് ലൈക്ക് എലാസ്റ്റിക് ലിഡ് കോൾഡ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് എവിടെയാണ് കാണുക? ഗ്ലോട്ടിസിലാണ്. ഗ്ലോട്ടിസ് എന്താണ്? ഒരു സ്ലിറ്റ് പോലെ ഒരു ഓപ്പണിംഗ് ആണ്. എവിടെയാണ് കാണുന്നത്? ലാറിങ്സ് ഓറോഫാരിങ്സിലേക്ക് തുറക്കുമ്പോൾ കാണുന്ന ഓപ്പണിംഗ് ആണ് ഗ്ലോട്ടിസ്. ആൻഡ് അതിൻ്റെ ഗാർഡിനെ പറയുന്ന പേരാണ്, ഒരു കാർട്ടിലേജിനസ് ലീഫ് ലൈക്ക് എലാസ്റ്റിക്, ഇല പോലത്തെ സ്ട്രക്ചറാണ്, എലാസ്റ്റിക് ആണ്, കാർട്ടിലേജിനസ് ആണ്. ആ ലിഡിനെ പറയുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ്. But during the swallowing of food, saliva, etc., epiglottis കണ്ടോ. അപ്പം ആഹാരം വിഴുങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഗ്ലോട്ടിസിൻ്റെ ആ അടപ്പ്, എപ്പിഗ്ലോട്ടിസ് ഇല്ലേ, അത് തുറക്കും, ഓട്ടോമാറ്റിക്കായിട്ട് അടയും തുറക്കും ഒക്കെ ചെയ്യും. അപ്പം ആഹാരം പോണ സമയത്ത് എന്ത് ചെയ്യും? എപ്പിഗ്ലോട്ടിസ്
ആ ലാറിങ്സിലേക്ക് തുറക്കുന്ന ആ ഭാഗമല്ലേ അവിടെ അടയും. അപ്പോൾ എന്താ, നമ്മൾ കഴിക്കുന്ന ഫുഡ് ലാറിങ്സിൽ ഓപ്പൺ ചെയ്യിൽ എവിടേക്ക് പോകും? നേരെ ഫുഡ് പൈപ്പ് ഈസോഫേഗസിലൂടെ പോകും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ട്രക്കിയ ഓർ വിൻഡ് പൈപ്പ്. ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. കണ്ടോ? ട്രക്കിയ ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ഒരു പേപ്പറിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളും കണ്ടുവോ? അത് നോക്കി പോകണം, കാരണം അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. സ്ഥിരമായ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദെൻ ട്രക്കിയ, ശ്വാസനാളം ഓർ വിൻഡ് പൈപ്പ്. ഇറ്റ് ഈസ് എ ട്യൂബ് സ്റ്റാർട്ടിങ് ഫ്രം ദ ലാരിങ്സ് ത്രൂ ദ നെക്ക് ആൻഡ് തൊറാസിക് ക്യാവിറ്റി. എന്താണ് ട്രക്കിയ? ലാരിങ്സിൽ നിന്ന് തുടങ്ങുന്നു, തൊറാസിക് ക്യാവിറ്റിയിലേക്ക് പോകുന്നു. തൊറാസിക് ക്യാവിറ്റി എവിടുമായിട്ട് ബന്ധിപ്പിക്കുക? ലങ്സുമായിട്ട് അല്ലേ? അപ്പോൾ നെക്കിലൂടെ പോകും ട്രക്കിയ. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ C-shaped കാർട്ടിലേജസ്. സൈഡിൽ ചിത്രം കണ്ടോ? ട്രക്കിയ നിറയെ റിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ? ആ റിങ്സ് എന്താണ്? കാർട്ടിലേജിനസ് സ്ട്രക്ചേഴ്സാണ്. കാർട്ടിലേജിനസ് റിങ്സ് ആണ്. കാരണം എല്ലില്ലാത്ത കാരണം ആ ട്യൂബ് ഉടഞ്ഞു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ വളഞ്ഞു പോകാതിരിക്കാൻ ആണ് ഈ സപ്പോർട്ടിങ് റിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉള്ളത്. അപ്പോൾ കൊളാപ്സ് ചെയ്യാൻ ഇത് അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യും. കാർട്ടിലേജിനസ് റിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, C-ഷേപ്പാണ്. ഇനി ഈ ട്രക്കിയ എന്താവും? രണ്ടായി തിരിക്കും. അതിനെന്താ പറയുക? ബ്രോങ്കായ്. എന്താണ്? ബ്രോങ്കായ്. അപ്പോൾ സൈഡിൽ ലേബലിങ്സ് പറഞ്ഞുതരാം. എപ്പിഗ്ലോട്ടിസ് കണ്ടോ? ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കസ്, കട്ട് എൻഡ് ഓഫ് റിബ്, ലങ്സ്, ഡയഫ്രം, പ്ലൂറൽ മെംബ്രെയിൻസ്, ആൽവിയോലൈ, പ്ലൂറൽ ഫ്ലൂയിഡ്, ബ്രോങ്കിയോൾ. അപ്പോൾ ഈ ട്രക്കിയ രണ്ട് ബ്രോങ്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻ തൊറാസിക് റീജിയൻ. തൊറാസിക് ക്യാവിറ്റിയിലാണല്ലോ ലങ്സ് ഉള്ളത്. അപ്പോൾ ലങ്സിലേക്ക് ഏത് ഓപ്പൺ ചെയ്യാം? ബ്രോങ്കായ്. ബ്രോങ്കായ് ആൻഡ് ബ്രോങ്കിയോൾസ്. നോക്കാം. ഇൻ ഈച്ച് ലങ്, ഓരോ ലങ്സിലും എന്താണ്? ദ ബ്രോങ്കസ് എഗെയിൻ റീഡിവൈഡ്സ് ഇൻ ടു ന്യൂമറസ് ബ്രാഞ്ചസ് കോൾഡ് ബ്രോങ്കിയോൾസ്. കണ്ടോ? നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? ബ്രോങ്കായ് രണ്ട് മെയിൻ ബ്രാഞ്ചസ് ആണ്. ഓരോ ലങ്ങിലേക്ക് ഓപ്പൺ ചെയ്യണു. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ബ്രോങ്കസ് വീണ്ടും കുറേ കുഞ്ഞു ശാഖകളായിട്ട് തിരിക്കും. അതിനെന്താ പറയുക? ബ്രോങ്കിയോൾസ്. എന്നിട്ട് ബ്രോങ്കിയോൾസിൻ്റെ അറ്റത്ത് വീണ്ടും കുഞ്ഞു ചെറിയ വെരി മിനിയേച്ചർ തിന്നായിട്ടുള്ള ബ്രാഞ്ചസ് ആവും. അതിനെന്താ പറയുക? ടെർമിനൽ ബ്രോങ്കിയോൾസ്. അപ്പോൾ ആദ്യം ട്രക്കിയ, ദെൻ ബ്രോങ്കായ്, ബ്രോങ്കിയോൾസ്, ടെർമിനൽ ബ്രോങ്കിയോൾസ്. ഇതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ട്. ട്രക്കിയ, ബ്രോങ്കായ്, ബ്രോങ്കിയോൾസ്, ടെർമിനൽ ബ്രോങ്കിയോൾസ്. ടെർമിനൽ ബ്രോങ്കിയോൾസിൻ്റെ അറ്റത്ത് എന്തുണ്ടാവും? ആൽവിയോലൈ അല്ലെങ്കിൽ എയർ സാക്സ്. അപ്പോൾ ലങ്ങിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ആൽവിയോലൈ ആണ്, എയർ സാക്സുകളാണ്. മലയാളത്തിൽ വായു അറകൾ എന്ന് പറയും. ബ്രോങ്കിയോൾസിനെ ശ്വാസനികൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലങ്ങിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സിന് എന്താ പറയുക? ആൽവിയോലൈ, എയർ സാക്സ്, വായു അറകൾ. ഈ ആൽവിയോലൈയിൽ വെച്ചിട്ടാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ബിറ്റ്വീൻ ദ ബ്ലഡ് വെസൽസ് ആൻഡ് എയർ. ഈ ആൽവിയോലൈ എന്താണ്? ചെറിയ സഞ്ചി പോലത്തെ സ്ട്രക്ചേഴ്സാണ്. അവരെവിടെയാണ് കാണുക? ടെർമിനൽ ബ്രോങ്കിയോളിൻ്റെ അറ്റങ്ങളിലാണ് കാണുക. ദെൻ കംസ് ലങ്സ്, ശ്വാസകോശങ്ങൾ. എവിടെയാണ് കാണുക? തൊറാസിക് ക്യാവിറ്റിയിൽ കാണുന്നു. ഇനി ഈ പ്ലൂറ എന്നുള്ളത് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ലങ്സിനെ കവർ ചെയ്യുന്ന ലെയറിൻ്റെ പേരെന്താന്ന് പറഞ്ഞിട്ട് പ്ലൂറ എന്നാണ്. അപ്പോൾ ഡബിൾ ലെയർഡാണ്. അപ്പോൾ 2 ലെയേഴ്സ് പ്ലൂറയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ട്. എന്തിനാണ് ഈ ഫ്ലൂയിഡ്? ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ദാറ്റ് ഈസ് നമുക്ക് എന്തെങ്കിലും സഡൻ ജേർക്കോ എന്തെങ്കിലും വരുമ്പോൾ ഇൻറ്റേർണൽ ഓർഗൻസിന് ഡാമേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ, അത് ഒഴിവാക്കാൻ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതിൻ്റെ പേരാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. അപ്പോൾ ലങ് സർഫസ്, ദാറ്റ് ഈസ് ബോഡി ഫ്ലൂയിഡ് ഫ്ലോ. അപ്പോൾ ഉള്ളിലത്തെ ആ ഫ്രിക്ഷൻ, ആ ഒരയുന്നതിന് തടയുന്നതിന് അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുന്നതിനെ സഹായിക്കുന്നു ഈ പ്ലൂറൽ ഫ്ലൂയിഡ്. ഇറ്റ് റെഡ്യൂസസ് ദ ഫ്രിക്ഷൻ ഓൺ ദ ലങ് സർഫസ്. ഇനി 2 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഔട്ടർ പ്ലൂറയുണ്ട്, ഇന്നർ പ്ലൂറയുണ്ട്.
2 ലെയേഴ്സ് അല്ലെങ്കിൽ ഡബിൾ ലെയർഡ് പ്ലൂറയുടെ ഉള്ളിൽ പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഔട്ടർ പ്ലൂറ അത് തൊറാസിക് ക്യാവിറ്റിയുടെ വോളുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണും, അല്ലെങ്കിൽ അത് ഇളകിപ്പോവില്ലേ. അപ്പോൾ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിനും തൊറാസിക് ക്യാവിറ്റിയിൽ ഒരു പിടുത്തമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ മാറിപ്പോവും. അപ്പോൾ തൊറാസിക് ക്യാവിറ്റിയുടെ വാളുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്നത് എന്ത്? ഔട്ടർ ലെയർ ഓഫ് പ്ലൂറ. ആൻഡ് ഇന്നർ പ്ലൂറ ഏതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്നു? ലങ് സർഫസ്. കാരണം ഈ പ്ലൂറയുടെ അകത്താണ് ലങ്സ് ഉള്ളത്. ലങ്സിനും ഔട്ടർ സർഫസ് ഉണ്ട്. അപ്പോൾ ആ ലങ്സിൻ്റെ ഔട്ടർ സർഫസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്നു ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ലങ്സ് തൊറാസിക് ചേംബറിലാണ് കാണുക, ഒരു എയർ ടൈറ്റ് ചേംബറാണ്. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു.